വണ്ടിയുടെ വെക്കാനാ ഈ സൈഡിലൂടെ വെക്കല്ലേ എന്താ പേര് പേര് പറ എവിടെ വീട് പൊടിക്കുണ്ടിയാ പൊടിക്കുണ്ടാ കൊറ്റാളി റോഡിലാടാ കൊറ്റാളി റോഡ് ഇത് ഇവിടെ ഷാപ്പൂട്ടി വാർത്തൽ ഇന്ത്യോ എവിടെയാ വീട് നിങ്ങൾ ചങ്ങായിമാരെങ്ങനെ അതെയാ പിന്നെ ഏത് സ്കൂളാണ് രണ്ടാളിയും പള്ളിക്കുന്ന് തന്നെയാ നല്ല പഠിക്കണേ എന്നാ വെരി ഗുഡ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കമൻസ് അയക്കുക കേട്ടോ മനസ്സിലായോ എന്നാ ചാനലിൻ്റെ പേര് പുണ്യയാത്ര എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ശരി കാണലുണ്ടല്ലേ നമ്മൾ എവിടുന്ന ഫസ്റ്റ് കണ്ടേ അമ്പലത്തിൽ നിന്ന് മറ്റേ കളരിവാദിക്കുന്ന പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം. നമ്മൾ വയനാട്ടിലേക്ക് പോകുവാണേ. കണ്ണൂരിൽ എഡിറ്റിങ്ങിന് കണ്ണൂരിൽ വന്നതാണ്. ഇപ്പം മനസ്സിലായില്ല നിങ്ങൾക്ക്? അത് മാത്രമല്ല, പൊങ്കാല സമർപ്പണത്തിന് കണ്ണൂരിലേക്ക് വന്നതാണ്. ഇനിയിപ്പം 13-ാം തീയതി വീണ്ടും കണ്ണൂരിലേക്ക് വരേണ്ടി വരും. എന്ന് വെച്ചാൽ 14-ാം തീയതി പൗർണമിയാണ്. പൗർണമിക്ക് കണ്ണൂരിൽ ഒരു ക്ഷേത്രത്തിൽ, നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിൽ നമ്മളാണ് പൂജ ചെയ്യാറ്. കണ്ടോ സീനറി ഉണ്ടെങ്കിൽ അവിടെയെല്ലാം കണ്ടോ. ഞങ്ങൾ ഫുള്ള് പിന്നെ മലേൻ്റെ അടിവാരത്താണ് കോറാൻ്റെ പരിപാടി തുടങ്ങിയിട്ട് മൊത്തത അനുമതി കൊടുത്തവൻ്റെ ആദ്യ 8-ൻ്റെ പണി ഓന കൊടുക്കണ്ട. ഫസ്റ്റ് നാട്ടുകാർ പിടിച്ചിട്ട് ഇതാ നോക്കട്ടെ. അതിൻ്റെ മുകളിൽ നല്ല ഇടിഞ്ഞു പൊഴിഞ്ഞ് വരാൻ വലിയ സമയമൊന്നും വേണ്ട. ഈ ഭാഗമേ ഉണ്ടാവില്ല, എല്ലാം മണ്ണിട്ട് നേരത്തെ പോലെ ഉണ്ടാവും. അതിൻ്റെ താഴെയാണ് പെർമിഷൻ കൊടുത്തിന്, കോറാൻ്റെ പെർമിഷൻ. നോക്കട്ടെ, കോറാൻ്റെ ഫാക്ടറി തന്നെ അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, വീട് മാത്രമൊന്നുമല്ല, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട്. പല സ്ഥലത്തും ഉണ്ട് ഇതുപോലെ സ്ഥലം ഇത് കൊടുത്തിട്ട്. എന്താ ചെയ്യാം, ഇവിടെ പരിസ്ഥിതി മറ്റേ നേതാക്കന്മാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വേണ്ടാണ്ട് ഏതെങ്കിലും ഒരു കൊമ്പ് വയ്ക്കുമ്പോൾ എന്തെല്ലാം ഒച്ചപ്പാടാക്കിയിട്ട് ഓരോരുത്തരും പാഞ്ഞ് പ്രകൃതി സ്നേഹിന്ന് മറ്റ് ഇതൊന്നും കാണുന്നില്ല. നോക്കട്ടെ, നിങ്ങൾ കാണുമ്പോൾ എത്ര സങ്കടം ഉണ്ടെന്നറിയോ. വരും തലമുറക്ക് ഇതൊന്നും ഉണ്ടാവില്ല എനിക്ക് കാണാൻ വേണ്ടി. ഫോട്ടോ ചിത്രം വരച്ച് അങ്ങനെ വെക്കേണ്ടി വരും. മരവും കാണുന്നില്ല നിങ്ങളിതാ. കാട്ടിലുള്ളിൽ നിന്ന് അങ്ങ് കൊത്തി വെച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടിട്ടോ. ഇതാ കണ്ടാ, അതിലേ കൂടെ വെച്ച് കൊണ്ടുവന്നേ ഉള്ളിൽ നിന്ന് കൊണ്ടാ. ആരറിയണ ആരും അറിയില്ല. കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല. 10 മരവും അതിൽ നിന്ന് കൊത്തി കൊണ്ടുവന്ന് പോയാൽ ആരറിയണ ആരും വയ്ക്കാനൊന്നും ചോദിക്കേണ്ട. നല്ല സുഖമായിട്ട് കടന്നുറക്കം ഉണ്ടാകും വീട്ടിനകത്ത്, പൈസയും മേടിച്ച് കടന്നിട്ട്. ഇവിടുന്നെല്ലാം മരം പോയിട്ടുണ്ട് കുറേ, കാണുന്നില്ല നിങ്ങൾ? ആന വെറുതെ അല്ല കാട്ടിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായി നിങ്ങൾക്ക്? ആനയും കരടിയും പുലിയെല്ലാം കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഞാൻ പറഞ്ഞ വെറുതെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ അവിടെ കണ്ടില്ലേ, പിന്നെ അതെവിടുന്ന വന്നിന് ഇതാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുണ്ട് നിങ്ങൾ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊത്തിയിട്ട് ഇങ്ങ് എടുത്തിട്ട് കൊണ്ടിടുകയായിരുന്നു. അത് ചെത്തി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പണ്ടാരവർദ്ധല്ലേ പറയാൻ ആർക്കും ധൈര്യമില്ല. ഇങ്ങനെ കരകരാക്കുമെന്നല്ലാണ്ട് അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവരവർക്ക് വേണ്ടിക്കൽ അവരാക്കും. അതായത് കുറേ കഴിയുമ്പോൾ
അവരായിട്ട് ഈ പറഞ്ഞ സാധനം ഉണ്ടാവില്ല. നമുക്ക് ചൂട് കുറച്ചാൽ നമ്മൾ ചൂടിൽ തന്നെ ഇരിക്കുന്നത് എടാ ശ്മശാനത്ത് ശവത്തിൻ്റെ കനലിൽ പോയി നമ്മളിരിക്കുന്നുണ്ട്. നമുക്കതൊന്നും നമുക്ക് വേണം, നിങ്ങൾക്ക് വേണോ നോക്കിക്കോ. നാളെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനമൊന്നും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. കാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, കാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു മൃഗം നാട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ കാട്ടിൽ എന്തോ കാര്യപ്പെട്ട പരിപാടി നടക്കുന്നുണ്ട്. ഇതാ ഉണ്ടല്ലേ, നിങ്ങൾ നോക്കട്ടെ. നിങ്ങൾക്ക് ഫോറസ്റ്റ് അനുമതി കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ അനുമതി ഇല്ലാതെ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, ഫോറസ്റ്റ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസർ മാറുന്ന അങ്ങനത്തെ ആൾക്കാരല്ലെന്ന് നമ്മളെ വിശ്വാസം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെല്ലാം കാണുമ്പോൾ ഒരു സംശയം. നമ്മളിപ്പം പോകുന്നത് മാനന്തവാടിയിലേക്കാണ്. നമ്മൾ പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. പള്ളിയറ ഭഗവതിനടുത്ത് 9-ാം തീയതി മുതൽ ഉത്സവം തുടങ്ങുവാണ്. 14-ാം തീയതി വരെയാണ്. 14-ാം തീയതി പള്ളിയറയിലെ ഭഗവതി അടുത്തുനിന്ന് വാളും എടുത്തിട്ട് വള്ളിയൂർക്കാവിലേക്ക് പോയാലാണ് അവിടുത്തെ ഉത്സവം തുടങ്ങുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെന്തായാലും വരേണ്ടി വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം എന്തായാലും 13-ാം തീയതി വന്ന് കണ്ണൂരിലേക്ക് ഏകദേശം രാത്രി ആ സമയമാകുമ്പോൾ ഞാൻ ഇറങ്ങും അവിടുന്ന്. എന്നിട്ട് 14-ാം തീയതി രാവിലെ പൗർണമി കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ മടങ്ങും ചെയ്യും. കാരണം രാത്രിയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ മുടങ്ങാതിരിക്കാൻ വേണ്ടി പകൽ ചെയ്തിട്ട് വേഗം വരും. അത് ഞാൻ വണ്ടി എടുത്ത് പോകുന്നില്ല, ബസ്സിനാണ് പോകുന്നത് കേട്ടോ. എന്നുവെച്ചാൽ വണ്ടി എടുത്തിട്ട് പോയാൽ നമുക്ക് മുതലാവില്ല. അപ്പോൾ വണ്ടി അവിടെ അടുത്തെങ്കിലും ഏൽപ്പിച്ചിട്ട് കോയിനാട്ടിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അല്ല അവരെ വീട്ടിൽ കയറ്റി വെച്ചിട്ട് നേരെ പോവുക, ബസ് കയറ്റിട്ട് വീഴുക. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചിട്ട് ബസ്സിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരിക. ആ ഒരു നല്ലത്. പിന്നെ ബസ്സിൽ എന്തുകൊണ്ട് അങ്ങനെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ പോയാലേ മുതലാവും. അല്ല ഇത് വണ്ടിയിൽ പോയാലേ നമുക്ക് ശരിയാവും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത്ര ലഗേജ് ഉണ്ട്. ഒന്ന് സ്ലീപ്പിംഗ് ബാഗ്, ടെൻറ്റ്, പിന്നെ ഭക്ഷണം വെക്കുന്ന പാത്രങ്ങൾ, പിന്നെ നമ്മളെ ഡ്രസ്സ്, സർവ്വ സാധനമുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് എല്ലാം കെട്ടിവെച്ചിട്ട് ബസ്സിൽ നമുക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ മെയിനായിട്ട് ആശ്രയിക്കുന്നത്. പിന്നെ വെച്ചാൽ എണ്ണാമതാവില്ല. ബുള്ളറ്റ് എല്ലാം ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചാൽ ആദ്യം എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈക്കോ ആണ്. ഈക്കോ കാറുണ്ടാകുമ്പോൾ നമ്മളെ കൂടെ ഒത്തിരി പേരുണ്ടാവുമായിരുന്നു ഒന്നിച്ചിട്ട്. അത് വാങ്ങാനാണ് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് അതിൻ്റെ പണിക്കെല്ലാം പിന്നെ ഒത്തിരി പൈസ കൂട്ടി എല്ലാം വെച്ചിട്ടാണ് അതിന് വേണ്ടി ഇറങ്ങിയത്. ലോണായിട്ട് എടുക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. മാസം 14,000 രൂപയോളം അടവ് വരും. അപ്പോൾ അതെല്ലാം ഒരാളായിട്ട് നമ്മൾ 3-4 ആൾക്കാർ കൂടി ഷെയർ ചെയ്തിട്ട് എടുക്കാമെന്നുള്ള എമ്മിൽ നിന്നതാണ്. പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം വരുമ്പോൾ അത് അവർക്കെല്ലാം തിരിച്ചു കൊടുക്കും. അങ്ങനെ പുറത്താണ് നിന്നത്. പക്ഷെ നമ്മളെ കാര്യപ്പെട്ട ഒരാൾ നമ്മളെ ശരിക്കും നല്ല രീതിയിൽ അങ്ങ് പറ്റിച്ചു. നമ്മളേറ്റവും കൂടുതൽ വിശ്വസിച്ച് കൂട്ടാണ് നമ്മളേറ്റവും കൂടുതൽ പറ്റിച്ചത്. അറിയാം നിങ്ങൾക്ക്, നമ്മളേറ്റവും കൂടുതൽ കണ്ണടച്ച് ഏറ്റവും കൂടുതൽ ഒരിക്കലും അവർ നമ്മളോട് ചെയ്യില്ല. അവരെ പറ്റി പലതും കേട്ടു, ദേവിയും നമ്മളോട് പലതും പറഞ്ഞു. പക്ഷേ എന്നാലും നമുക്കൊരു കോൺഫിഡൻറ്റ്, അവരിലുള്ള ഒരു വിശ്വാസം, എന്തായാലും അവർ നമ്മളോട് അത് ചെയ്യില്ല എന്നുള്ള ഒരു ഇത്. അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇട്ടിട്ട് പണിയാണ്.
എന്നാ മോനെ എൻ്റെ പേര് അബിൻ. പിന്നെ എത്ര പഠിക്കുന്നത്? ഞാൻ 7. ഏഴിലാന്ന്. ഇത് നമ്മൾ ഇവിടെ ഉത്സവം നടക്കുവാന്ന് അല്ലേ? കോട്ടക്കുന്ന്. അത് തലപ്പുഴ എന്ന ഈ ക്ഷേത്രം വരിക കോട്ടക്കുന്നാന്ന് വരിക. സ്ഥലത്തിൻ്റെ പേരും കോട്ടക്കുന്ന് തന്നെയാണ് അല്ലേ? കോട്ടക്കുന്ന് ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം. കിരാതമൂർത്തി ക്ഷേത്രം അല്ലേ? പിന്നെ ഇന്ന് എത്ര മണിക്കാണ് തേങ്ങ കയറും കളമത്തെല്ലാം? 8 മണിക്കാന്ന് തോന്നുന്നു. ഇല്ലേ? എന്നാ ശരി, കാണാം. നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. ഓരോ കല്ല് വെക്കുമ്പോൾ നമ്മളല്ലേ കാര്യങ്ങൾ യോഗീശ്വരനാ ഇതെന്ന സംഘം? ഇന്നലെ നമ്മൾ ഗുരുതി കഴിച്ചു, ഇന്നലെ കഴിച്ചതാണ് അല്ലേ? നമസ്തേ അനേട്ടോ. പിന്നെ ഇവിടെ ഏതെല്ലാം ദേവതയുള്ളത്? ഇവിടെ ശ്രീ കിരാതമൂർത്തി, കിരാത രൂപത്തിലുള്ള പാർവതി ദേവിയും പോർക്കലി ഭഗവതിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നാഗത്തിന് നമ്മളെ പഴശ്ശിരാജാവ് വെച്ച് പൂജിച്ച് ആരാധിച്ചു എന്ന് പറഞ്ഞു. പഴശ്ശിരാജാവിന്റെ കാലഘട്ടമല്ല, 1889 ഇത് അന്യാധീനപ്പെട്ടു പോയ അതല്ല ഈ പോർക്കലി ഭഗവതി. അതെ, കോട്ടയം രാജവംശത്തിന്റെ ഇതിലുണ്ടായിരുന്ന ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് വേറെ എന്താ ഉള്ളത് ഇവിടെ? ഒരു കോട്ടയന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കേട്ടു. അത് വയനാടൻ കേളുവിന്റെ കോട്ട. അന്നത്തെ കാലത്ത് ഏറ്റവും മനോഹരമായ ഒരു കോട്ടയായിരുന്നു. ഇവിടെ നിന്ന് ആ മലേന്റെ മുകളിലാണ് കോട്ടയുള്ളത്. അവിടെ വണ്ടി പോകില്ല, അങ്ങോട്ട് നടന്നു തന്നെ പോകണം. ഒരു വലിയ കിണറൊക്കെ ഉണ്ട് അവിടെ. ഈ കുതിര ചാടിക്കിടക്കാതിരിക്കാനുള്ള കിടങ്ങുകളുണ്ട്. അപ്പോൾ ഇത് 1889 റെക്കോർഡ് പ്രകാരം അന്യാധീനപ്പെട്ടു പോയി ഇതാണ്, കടക്കലാണ്. ഇന്ന് വാടിയൂർ ഭഗവതി ദേവസ്വം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ക്ഷേത്രം കൊണ്ടാടുന്നത് നമ്മളെ പിന്നെ തിണ്ടുമ്മൽ തമ്പുരാനെ. അപ്പോൾ ആ തമ്പുരാനെ വധിക്കുന്നത് വയനാടൻ കേളുവാണ്. ഈ കോട്ടയൻ്റെ പ്രശസ്തി അങ്ങ് വടകര പ്രദേശങ്ങളിലൊക്കെ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഒരിക്കൽ ഈ പിന്നെ വയനാടൻ കേളുവും അയാളുടെ സ്വന്തകാരിയായിട്ടുള്ള പിന്നെ രണ്ടുപേരും കൂടിയാണ് ഈ കോട്ട കാണാൻ വരികയും ഇവിടെ വെച്ചിട്ട് അയാളെ ബന്ധസ്ഥനാക്കുകയും ചെയ്തു. അതിനുശേഷം ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വടകരയിൽ നിന്ന് 1000-ഓളം സൈനികർ വന്ന് ഈ കോട്ടയെ ആക്രമിക്കുകയും അതിൽ ഇവിടെ തിണ്ടുമ്മൽ തമ്പുരാൻ പയ്യമ്പള്ളി ചന്തുക്കാണ് ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പയ്യമ്പള്ളി ചന്തുവിന്റെ നേതൃത്വത്തിലുള്ള സൈനികർ വരികയും ഇവിടെ വന്ന് ഇവരെ കീഴ്പ്പെടുത്തി ഈ കോട്ടയിലെ ഇവിടുത്തെ തിണ്ടുമ്മൽ തമ്പുരാനെ വധിച്ചു. ഈ കോട്ട പിടിച്ചടക്കുകയായിരുന്നു. ഇവിടെ നിന്നൊരു 150-200 മീറ്റർ ഇത്രയുള്ള കുന്നിൻ്റെ മുകളിലാണ്. അതിനുശേഷം ആരും തിരിഞ്ഞു നോക്കാതെ അനാഥമായി കിടന്ന് ഫോറസ്റ്റ് ഭൂമിയായി മാറി. അങ്ങനെ ഒരു 2010 ചുറ്റും കാടാണ് കേട്ടാ, കണ്ടില്ലേ? വലിയൊരു മലമുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതീവ പോസിറ്റീവ് എനർജിയുള്ള ക്ഷേത്രമാണ്. പഴശ്ശിരാജാവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലവുമാണ് കേട്ടോ ഇത്. അല്ലെങ്കിൽ വയനാട് ഏരിയ മൊത്തം പഴശ്ശിയായിട്ട് ബന്ധമില്ലാത്ത സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളുമായിട്ട് ബന്ധം വന്നു ഇപ്പോൾ ഇവിടെ.